യെസ്, ഞാൻ ആ വാദത്തിലേക്ക് കൂടെ വരാം. രാഹുൽ ഈശ്വർ, രണ്ട് പേർ തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധം, അതിനുശേഷം ഈ പരാതി ഉയർത്തുന്നു എന്നുള്ളൊരു സ്ഥിരം വാദമുണ്ടല്ലോ. ആ സ്ഥിരം വാദം ഇതിനകത്ത് ചെലവാകില്ല. അല്ലാത്ത ആൾക്കാരോട് അപമര്യാദയായി പെരുമാറിയിട്ടുള്ള ഒന്നിലേറെ സംഭവങ്ങൾ, ഒന്നിലേറെ പരാതികൾ, അതായത് സാധാരണ ആയിട്ട് സംസാരിക്കുന്നവരോടും ഈ തരത്തിൽ പെരുമാറിയിരിക്കുന്നു എന്നുള്ള പ്രതികരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത് ആരൊക്കെയാണ്? അതായത് മുഖം കാണിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ പറയുന്നവരുണ്ട്. മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നു. അതൊരു ജനപ്രതിനിധിയാണ്, അവിടെയാണ് വിഷയം. ഒന്നോ രണ്ടോ വിഷയങ്ങൾ മറ്റേ പരാതിക്ക് അപ്പുറത്തേക്ക് ഈ തരത്തിൽ പെരുമാറാമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഉണ്ടായ സമാനപ്പെട്ട സമയങ്ങളിലൊക്കെ കൊടി പിടിച്ച് രാജിവെച്ചു പോകൂ എന്ന് പറഞ്ഞ ഒരു നേതാവ് കൂടി ആയതുകൊണ്ട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ശക്തി കൂടും, മൂർച്ച കൂടും. പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം അതിൽ ശ്രീ ശ്യാംരാജ് പറഞ്ഞ ഏറ്റവും പ്രസക്തമായ നമ്മളെല്ലാം സ്വീകരിക്കേണ്ട കാര്യം, ഇതിൽ തെളിവ് എവിടെ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതായത് അതും കൂടെ കൊണ്ടാണ് അവർ പരാതി കൊടുക്കാത്തത്. ഏതൊരു പാർട്ടിക്കും അങ്ങനല്ലേ പറ്റൂ. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഏതെങ്കിലും നേതാവിനെതിരെ തെളിവില്ലാതെ ആർക്കെങ്കിലും പറ്റുമോ? ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ നിലപാടെടുത്തിട്ടുള്ള ഒരു ഒറ്റ മനുഷ്യനാണ്, അത് ശ്രീ സുരേഷ് ഗോപിയാണ്. മുകേഷ് സാറിന്റെ പാർട്ടിയിലെ ആൾക്കാർ പോലും ശ്രീ മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീ സുരേഷ് ഗോപി ആ ധൈര്യത്തോടെ വിരലുയർത്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിന് മുകേഷ് രാജിവെക്കണം? നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുഖത്തേക്ക് നോക്കി ശ്രീ സുരേഷ് ഗോപി വിരലുയർത്തി ചോദിച്ചു, കോടതി അങ്ങനെ വല്ലതും പറഞ്ഞു, എന്തിനാ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടത്? അത് സുരേഷ് ഗോപിയുടെ മനസ്സിന്റെ നന്മയാണ്. ആ നന്മ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുടരണം. ഇനി രണ്ട്, അപർണ പറഞ്ഞു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേറെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷെ ആ പരാതി ഉള്ളതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ തെറ്റുകാരനാവൂ? ഇപ്പൊ ഒരു ട്രാൻസ് വുമൺ, എനിക്ക് ഇതെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരാൾക്കെതിരെ പലതരത്തിൽ പരാതികൾ വരുമ്പോൾ രാഹുൽ ഓർമ്മയിലുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ രാഹുൽ, ഒരു രാഷ്ട്രീയ എത്രയോ കാലമായിട്ട് രാഹുൽ നമ്മൾ ഈ ചർച്ചയ്ക്കൊക്കെ ഇരിക്കുന്നു, ഒരു രാഷ്ട്രീയ നേതാവിന്, അതൊരു യുവ നേതാവിനെതിരെ ഇങ്ങനെ ഒരു പരാതി പ്രളയം ഉണ്ടായിട്ടുണ്ടോ? പലരോടും വ്യക്തിപരമായിട്ട് സൗഹൃദങ്ങളുള്ളതാണ്. ഒരുപക്ഷെ നമുക്കടക്കം വ്യക്തിപരമായ സൗഹൃദങ്ങൾ ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ ഇങ്ങനെയേറെ പരാതികൾ ഉണ്ടായിട്ടുള്ളൂ. ഇതാരൊക്കെയാണ് ഈ പരാതി? ഒരു വരി പറയാൻ, ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ ഒരു മാസം മുമ്പ് ഏഷ്യാനെറ്റിലിരുന്ന് അടികൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ സംഘപരിവാറിന്റെ കേരളത്തിലെ സ്ലോ പോയിസൺ ആണെന്നും നോർത്ത് ഇന്ത്യ അർണബ് ഗോസ്വാമി പോയിസൺ ആണ്, കേരളത്തിൽ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണെന്ന് പറഞ്ഞ് അടികൂടി ഇറങ്ങിയതാണ്. കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്ന് എനിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടിക്കുകയും ചെയ്തു. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തല്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോട് നമ്മൾ മര്യാദ കാണിക്കണം. കാര്യം നാളെ ഇത് ആർക്കെതിരെയും വരും. പെട്ടെന്നൊരു കാര്യം കൂടി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്ന് അത് തെളിവ് സഹിതം ശരിയെന്ന് തെളിയിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പെട്ടെന്ന് ശ്രീ രഞ്ജിത്തിന്റെ കാര്യം ഒന്ന് ഓർക്കാം. ഞാനും അപർണാജിയും കൂടെ തമ്മിൽ തർക്കിച്ചതാണ്. അതൊക്കെ തെളിവ് വരട്ടെ. ഇനിയിപ്പോ രാഹുൽ പറയുന്നത് സമ്മതിച്ച് ഞാൻ പറയണം, അതൊക്കെ തെളിവ് വരട്ടെ. അപ്പോഴും മോശമായ സംഭാഷണങ്ങൾ നടത്തി ആ സ്ക്രീൻഷോട്ടുകളുണ്ട്. ജനപ്രതിനിധിയാണ്, ബാക്കി കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് തെളിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഈ ഈ സ്ക്രീൻഷോട്ട് മാത്രം പോരെ. ഏത് പഞ്ചാര അടിക്കാൻ നിൽക്കുന്നത്? സമൂഹത്തിലെ പല മേഖലകളിലുള്ളവരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് വ്യക്തിപരമായ വലിയ സൗഹൃദവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിച്ചു എന്ന് ആ സ്ക്രീൻഷോട്ടിൽ കൃത്യമാണ്. പക്ഷേ പഞ്ചാര അടിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല. നിനക്ക് നല്ല സുന്ദരിയാണല്ലേ, നിനക്ക് അതിന്റെ ജാടയാണല്ലേ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു ആരോപണം വരുന്നുണ്ട്. ഒരു ട്രാൻസ് ആള് പറഞ്ഞു ഇയാൾക്ക് എന്നെ റേപ്പ് ചെയ്യാൻ തോന്നുന്നു. തെളിവുണ്ടോ? രഞ്ജിത്ത് സാറിനെതിരെ ഇതേപോലെ ഒരു പുരുഷൻ വന്ന് എന്നെ ഹോട്ടലിൽ വെച്ച് റേപ്പ് ചെയ്തു, എന്നിട്ട് രേവതി മാഡത്തെ പിടിച്ചിട്ട് ഓർമ്മയുണ്ടോ? അവസാനം കർണാടക ഹൈക്കോടതി പറഞ്ഞത് ഇത് കള്ളക്കേസിന്റെ ക്ലാസിക് ഉദാഹരണം എന്നാണ്. ഈ പറഞ്ഞ കാലത്ത് ഹോട്ടൽ തുടങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു, അയാളൊന്നും അറിയാതെ പറഞ്ഞത്. അപ്പം TV-യിൽ വരാനും TV-യിൽ കൂടുതൽ എയർ ടൈം കിട്ടാനും പുതിയ ആരോപണങ്ങൾ വന്നാൽ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്ന് കരുതിക്കൊണ്ട് ഇനി ഒരുപാട് ആരോപണങ്ങൾ വരും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ അടുത്ത 2 ദിവസങ്ങളിൽ ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിടത്ത് ആ രാജിയിലേക്ക് കടക്കുമെന്ന് ഉള്ള സൂചന പ്രതിപക്ഷ നേതാവ് നൽകിയെടുത്ത് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും മറ്റൊന്ന് പ്രതിരോധിക്കാൻ വഴിയില്ലാത്തടത്ത് ഈ വാദം ചെലവാകില്ല. സിനിമാക്കാർക്കിടയിൽ ഒരുപക്ഷെ മുകേഷ് എന്തിന് രാജിവെക്കണം സുരേഷ് ഗോപി ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് കോൺഗ്രസ്
അത് സുരേഷ് ഗോപി സിനിമാക്കാരനായോണ്ടല്ല, സുരേഷ് ഗോപിയുടെ ഉള്ളിൽ രാഷ്ട്രീയത്തിന് അതീതമായ നല്ലൊരു മനുഷ്യനുള്ളതുകൊണ്ടാണ്. നാളെ അപർണ എനിക്കെതിരെയാണ് ഇത് പറഞ്ഞത്, ഞാൻ എന്നെ വെച്ച് പറയാം. രാഹുൽ ഈശ്വർ ഇതേപോലെ പഞ്ചാര അടിച്ചു, ഒരാളെ ഇതേപോലെ പ്രഗ്നന്റ് ആക്കി എന്നിരിക്കട്ടെ, നിങ്ങൾ ചോദിക്കണ്ടേ ശരി തെളിവ് എന്തെങ്കിലും ഉണ്ടോന്ന്? ഇല്ലെങ്കിൽ ചുമ്മാ ആരെങ്കിലും പറഞ്ഞാൽ ശരിയാണെന്ന് എടുക്കുകയാണോ? ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ അച്ഛനും നമ്മുടെ മകനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടി ആരാന്ന് പോലും അറിയില്ല, കാര്യം പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയല്ല രാഹുൽ, ഇത് ഈ ഒരു പെൺകുട്ടിയിൽ നിക്കല്ലേ എനിക്കത് മനസ്സിലാവുന്ന. രാഹുൽ ഈ ധാർമ്മിക രോഷം പറയുമ്പോൾ ഒരു പരാതിയൊന്നും അല്ലെന്ന്. ഇത് എത്ര പരാതിയാണ്, അതിനകത്ത് കോൺഗ്രസ് പോലും ഉണ്ട് രാഹുൽ. എനിക്ക് എണ്ണി പറയാൻ പറ്റുന്നില്ല. 5 ശരിയായിരിക്കും നമ്മൾ ആവറേജ് എടുക്കുകയാണോ? എല്ലാ പരാതിയും അന്വേഷിക്കണം. പരാതി തെറ്റാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലിടണം. പക്ഷെ അത് രാഷ്ട്രീയ ക്യാമ്പയിനാക്കി മാറ്റിയാൽ നാളെ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇത് വേറൊരു പാർട്ടിക്കെതിരെ ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് നാളെ ഒരു കാര്യം കൂടെ, സരിത വന്നപ്പോൾ ഓർമ്മയില്ലേ, സ്വപ്നം വന്നപ്പോൾ ഓർമ്മയില്ലേ? ഒരു കാര്യം കൂടെ ഓർക്കണം, സരിത വന്നപ്പോഴും സ്വപ്നം വന്നപ്പോഴും ഞാൻ CPM കാരനെയല്ല, CPM വിരുദ്ധനാണ്. സ്വപ്നയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ശക്തമായി പിന്തുണച്ച ആളാണ്. ചുമ്മാ ഒരു സ്ത്രീ വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യരുത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അത് ഒപ്പം വേടനെയും സപ്പോർട്ട് ചെയ്ത ആളാണ്. വേടന്റെ രാഷ്ട്രീയം എൻ്റെ ഇന്ന് ടോട്ടലി വ്യത്യാസമാണ്. വേടനെ അവസാനം ഹൈക്കോടതി അനുകൂലിച്ചില്ലേ? എന്തുകൊണ്ടാണ്? 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ് എന്നെ റേപ്പ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞാലേ ശരിയാണോ തെറ്റാണോ എന്ന് അപർണാജി ചോദിക്കണ്ടേ? രാഹുൽ ഒന്ന് ഫേസ്ബുക്കിനകത്ത് കയറി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വന്നുകൊണ്ടിരിക്കുന്ന പരാതികൾ വിത്ത് സ്ക്രീൻഷോട്ട് ഓഫ് ചാറ്റാണ്. അത് രാഹുൽ ഒന്നുകൂടെ നോക്കണം. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ.